അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാ ആ അമ്മയുടെ വീടാണ്. അവിടെ ആ അമ്മയുടെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ പൊന്ത പിടിച്ച് കിടക്കുകയായിരുന്നു. അന്ന് നമ്മൾ വീഡിയോ ചെയ്തല്ലോ. ഇതാണ് സാമ്പിക്കൽ പത്മനാഭൻ നായർ സ്ഥലം, കൊക്കലോട്ടായ സ്ഥലം. ആ സ്ഥലം മൊത്തം ആ വീഡിയോ ചെയ്തപ്പോൾ അവർ എന്ത് ചെയ്തു, കംപ്ലീറ്റ് പഞ്ചായത്തിന് ആളെ വിട്ട് വെട്ടി വൃത്തിയാക്കി സെറ്റാക്കിയിട്ടൊക്കെ കേട്ടോ. നോക്കൂ, കംപ്ലീറ്റ് സെറ്റാക്കി അമ്മയ്ക്ക് അവിടെ എന്ത് ചെയ്തു, പ്രശ്നമില്ലാത്ത രീതിയിലാക്കി കൊടുത്തു. ഓക്കെ, നമ്മൾ ഈ വീഡിയോ ചെയ്തില്ലായിരുന്നുവെങ്കിൽ 1.5-2 കൊല്ലമായിട്ട് മൊന്ത പിടിച്ചു കിടന്ന ഈ സ്ഥലം ഇന്ന് കംപ്ലീറ്റ് സംഗതി പോയിട്ട് എന്തായി, സൂപ്പർ സ്ഥലമാക്കി മാറ്റി. അവരെന്ത് ചെയ്തു, ആ പത്മനാഭൻ നായർ കൊടുത്ത പഞ്ചായത്തിലുള്ള സ്ഥലം കംപ്ലീറ്റ് പൊന്ത വെട്ടി എല്ലാം സെറ്റ് ചെയ്ത് എന്ത് ചെയ്തു, ശരിയാക്കിയിട്ടു. അപ്പോൾ അമ്മയ്ക്ക് സ്വസ്ഥത ഇരിക്കാവുന്ന രീതിയിലാക്കി കൊടുത്തു. അതൊന്ന്. ഇനി വേറെ കാണിച്ചു തരാം. ദൂരക്കിൽ നോക്കിക്കോളെ, അവിടെ 2 മരക്കഷ്ണം കിടക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങളെ എതിർത്തപ്പോൾ ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇനി വേറെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ന് നോക്കിക്കോളൂ. ഇതാ ഈ ഒരു മരം നോക്കൂ. ഇവിടെ നോക്കണം, ഈ മരം ഒരാൾ പിടിച്ചാൽ എത്താത്ത വണ്ണുള്ള മരം നിങ്ങൾ നോക്കൂ. ഒരാൾ പിടിച്ചാൽ എത്തില്ല ഈ മരം. നിങ്ങൾ നോക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ വല്ല കണക്കും പഞ്ചായത്തിൽ കൊടുത്തിട്ട് നോക്കി. ഈ മരത്തിൻ്റെ വണ്ണം നോക്കി, ഒന്ന് അളന്ന് നോക്കിയാൽ എത്ര ക്യൂബിക് മരം ഇതിലുണ്ടെന്ന് നമുക്കൊരു ഏകദേശം അളന്ന് നോക്കി അറിയാൻ പറ്റും. അത്രയും വലിയ മരമാണിത്. ഈ ഒറ്റ മരത്തിൻ്റെ ചിത്രം മാത്രം ഇപ്പോൾ ഞാൻ കാണിച്ചു തരണം, നീ നോക്കിക്കോളൂ കേട്ടോ. അപ്പം ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ പറയണത്. ഞാൻ വെറുതെ പറയില്ല. അത്ര സത്യം പറഞ്ഞാൽ ഈ പഞ്ചായത്ത് ചെയ്യേണ്ടത്, പഞ്ചായത്തിലേക്ക് ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരു കരിയിലുണ്ടെങ്കിൽ തന്നെ അതെടുക്കാൻ പഞ്ചായത്തിലെ ഒരാൾക്കും സ്വന്തമായ അനുവാദം ഇല്ല. ഇപ്പോൾ സംസ്ഥാനത്തിന് ഒരു വ്യക്തി സ്ഥലം കൊടുത്തു വയ്ക്കുക എന്തെങ്കിലും ആവശ്യത്തിന്, അതിൽ നിന്ന് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് സ്വന്തമായിട്ട് അതിൽ നിന്ന് ഒന്നും എടുത്തുകൊണ്ട് ഒരു വെട്ടടക്ക പോലെ എടുക്കാൻ അനുവാദമില്ല. സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അനുവാദമില്ല, ഇന്ത്യൻ പ്രസിഡൻറ്റിന് അനുവാദമില്ല എന്നിരിക്കെ ഈ വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നടന്ന വീട്, 2 നില വീട് എങ്ങനെ പൊളിച്ചു വിറ്റു, അതിലുണ്ടാകുന്ന സാധനങ്ങൾ എങ്ങനെ കൊണ്ടുപോയി, ഇവിടെ നടന്ന മരങ്ങൾ മൊത്തം ഈ വ്യക്തി എങ്ങനെ മുറിച്ച് വിറ്റു. നിങ്ങളോട് ചോദിക്കുന്നത് ഈ ചെറുപ്പത്തിലെ ഓരോ നിവാസികളോടും ചോദിക്കുകയാണല്ലോ. ഒരാൾ പിടിച്ചെത്താത്ത മരമാണ്. അപ്പം ഞാൻ അതൊന്നും വെറുതെ പറയുന്ന കേസുകളല്ല. അപ്പോൾ സത്യസന്ധമായിട്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞേ, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഉണ്ടെങ്കിൽ പ്രതിപക്ഷം, ഈ പ്രതിപക്ഷം എന്ത് ചെയ്യുകയാണ്, ഇവിടെ കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, BJP ഉണ്ട്, SDP ഉണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഇതിലേക്ക് ശക്തമായിട്ട് സമരമായിട്ട് വരുന്നില്ല? നിങ്ങളന്ന് എന്തോ ഒരു സംഗതി ചേർത്ത് കാണിച്ചു കൂട്ടി നിങ്ങളെല്ലാവരും സത്യം പറഞ്ഞ സ്വന്തം അണികളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അത് ഒഴിവാക്കി നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ ഇറങ്ങി തെറ്റ് തിരുത്തണം. ആരാണോ ഇതിലത്തെ മരങ്ങൾ മുഴുവൻ കൊണ്ടുപോയച്ചാൽ അവരെ കൊണ്ട് തന്നെ ആ കംപ്ലീറ്റ് പൈസ തിരിച്ച് പഞ്ചായത്ത് അടപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതിന് ശക്തമായൊരു സമരം നടത്തി എത്ര രൂപ നഷ്ടം വരുത്തിയോ ആ പൈസയും ഇത്രയും കൊല്ലത്തെ നഷ്ടം കൂടി ആളിന്ന് വാങ്ങി പഞ്ചായത്തിൽ തിരിച്ചടപ്പിക്കാൻ നിങ്ങളെല്ലാവരും കൂടി ശക്തമായൊരു സമരം നടത്തണമെന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്.